നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സന്ദേശങ്ങൾ വായിച്ചു, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, സ്നേഹത്തിന് ഒരുപാട് നന്ദി. നോക്കൂ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ്. ലൈഫ് ഇൻഷുറൻസൊക്കെ വേറെയുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ടോ, എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇന്നത്തെ പോയിൻ്റ് അതൊക്കെ ആവട്ടെ. നമുക്ക് നമ്മൾ ഈ കാലഘട്ടം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ആരോഗ്യരംഗത്ത് രോഗിയായി മാറുന്നതിൻ്റെ പ്രായമൊക്കെ ഇപ്പോൾ താന്ന് വരികയാണല്ലേ. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കൊക്കെ പണ്ട് ഒരു പ്രായം കഴിഞ്ഞാലാണ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വളരെ ചെറുപ്പക്കാർ പോലും ഇന്ന് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരു അപകടം വന്നു കഴിയുമ്പോൾ നമ്മൾ കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. എക്സ്പെഷ്യലി നമ്മുടെ ഈ ചാനൽ സമ്പത്തിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുക. അപ്പോൾ അതിൽ കുറേ കുടുംബങ്ങളുടെ സമ്പത്തിനെ തകർത്തെറിഞ്ഞത്, സാമ്പത്തിക അവസ്ഥയെ തകർത്തെറിഞ്ഞത് അപ്രതീക്ഷിതമായി വന്നു കയറിയ രോഗങ്ങളും അതിൻ്റെ ചികിത്സാ ചെലവുകളുമാണ്. ഇപ്പം നമ്മളൊരു 10 രൂപ കിട്ടിയാൽ അതിനെ എങ്ങനെയൊക്കെ വീതിക്കണമെന്ന് വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പ്രതിപാദിക്കാതെ പോയതൊരു സാധനമാണ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം. നമ്മളൊന്ന് സേഫ് ആയിരിക്കണം. കാരണം നമ്മൾ സേഫ് അല്ല എങ്കിൽ ഓഫ് കോഴ്സ് ഒരാൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി എന്താ ചെയ്യുക? അവിടെ സമ്പത്ത് നോക്കില്ല, എങ്ങനെയും ആളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് അവർ വിൽക്കുക എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. കാരണം നമ്മൾ കിടക്കുന്നത് ബെഡിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെക്കൊണ്ട് ആർക്കും ഒരു ബാധ്യത ഉണ്ടാവാതിരിക്കട്ടെ, അതിന് നമ്മൾ സേഫാണ്, സേഫ് ഗാർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഒരു ഫീലിംഗ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ഈ ഹെൽത്ത് ഇൻഷുറൻസിന് കഴിയും. ഇതൊരു 4 പേരൊക്കെയുള്ളൊരു കുടുംബമാണെങ്കിൽ ചുരുങ്ങിയതൊരു 15 ലക്ഷം രൂപയുടെയെങ്കിലും ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് ആവശ്യമാണ് ഒരു വീട്ടിൽ. കാരണം ഒരാൾക്കൊരു 5 ലക്ഷം രൂപയൊക്കെ ഇന്നൊരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അത്യാവശ്യം നല്ലൊരു അസുഖമാണ് കോമൺ ആയിട്ട് വരുന്നൊരു ബില്ലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ പരിഗണിച്ച് നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ സെക്യൂരിറ്റി സം അഷ്വേർഡ് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നില അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ പോളിസി മുതൽ വലിയ പോളിസി വരെയൊക്കെ അതൊക്കെ അപ് ടു യു, ദാറ്റ്സ് അപ് ടു യു. നോക്കൂ, ചെറുപ്രായത്തിൽ പോളിസി എടുക്കുന്നതാണ് നല്ലത്. കാരണം പ്രീമിയം നമ്മൾ ഈ സെക്യൂരിറ്റിയുടെ അടിയിലേക്ക് വരുമ്പോൾ തന്നെ പ്രീമിയം പ്രായത്തിനനുസരിച്ച് അത് കുറവായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ റിസ്ക് ഏത് പ്രായത്തിലും ഇപ്പോൾ വരാമല്ലോ. ഒരു പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ കമ്പനികളെ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് അവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആണ്. ഇപ്പോൾ കമ്പനികൾക്ക് എപ്പോഴും ലാഭം ഏറ്റവും കുറഞ്ഞ തരത്തിൽ ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈ ക്ലെയിം നമുക്കൊരാവശ്യം വരുമ്പോൾ കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെയും ആവശ്യം. ഈ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് അതിൻ്റെ സെയിൽസിലാണ്. കാരണം പലപ്പോഴും ഞാൻ ഇങ്ങനത്തെ കമ്പനികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ സെയിൽസ് പാർട്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ കെണി കിടക്കുന്നത്. കാരണം നമുക്കിത് ഇതിൻ്റെ അവസരം ഉണ്ടാവാതിരിക്കട്ടെ, അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരു ഇൻഷുറൻസ്, ഞാൻ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്, ഒരാൾ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടിക്കറ്റിനുള്ള ഫോം ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷുറൻസിനൊരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഭാര്യ പറയുകയാണ്, വെറുതെ കിട്ടാനൊന്നും പോകണില്ല എന്ന്. കാരണം അത് കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? അപ്പോൾ അതേപോലെ തന്നെ ഈ പോളിസികൾ നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ, നമുക്ക് ഒരു പ്രൊട്ടക്ഷനോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ഇപ്പോൾ സംസാരിക്കാം. പക്ഷേ ആവശ്യം വന്നാൽ ഇതെല്ലാം കൃത്യമായിട്ട് കിട്ടണമെന്ന് താനും. അവിടെയാണ് ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നമ്മൾ നോക്കേണ്ടത്. പലപ്പോഴും ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോനെ ബാധിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ സെയിൽ സമയത്ത് ഒരു സെയിൽ എടുക്കാൻ വേണ്ടി ഈ ഏജൻറ്റ്, ഈവൻ ഓൺലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടെടുക്കുന്നൊരു ഇതായിക്കോട്ടെ, പലപ്പോഴും നമുക്ക് പോളിസി തരും, പോളിസി നമുക്ക് ഇഷ്യൂ ചെയ്യും. എന്നാൽ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്ന സമയത്ത്, ഈ പോളിസി എടുത്ത സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഷുഗർ, പ്രഷർ,
അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു കേസിന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സെറ്റിൽമെൻറ്റ് സമയത്ത് ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് നല്ലൊരു വിങ്ങുണ്ട്. അവരിതൊക്കെ അന്വേഷിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ക്ലെയിം ഡിലേ ആവാനോ ഒക്കെ അവിടെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ് നല്ലൊരു കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് വെയിറ്റിംഗ് പീരീഡാണ്. നമ്മളെടുക്കുന്ന ഈ പോളിസി നടപ്പിലാവാനൊരു കാലാവധി, ഈ ചില അസുഖങ്ങൾക്ക് പ്രത്യേക കാലാവധി, ഇങ്ങനെയുള്ള വെയിറ്റിംഗ് പീരീഡിലൊക്കെ നിങ്ങൾ ഈ പോളിസി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് കോ പേയിങ് ഓപ്ഷൻ. ചിലപ്പോൾ 100% നമുക്ക് അവർ പറയുന്നുണ്ടാവില്ല, ഒരു റേഷ്യോ പറയുന്നുണ്ടാവും, 70-30, 80-20, അങ്ങനെ 20 നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ കോ പേയിങ് ഉണ്ടോ? അപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രീമിയം കുറയുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെയുള്ള വള്ളിക്കെട്ടുകളുണ്ടോ എന്ന് നോക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഒരു ബിരിയാണി നമുക്ക് 150 രൂപയ്ക്കും കിട്ടി, 100 രൂപയ്ക്കും കിട്ടി. എന്നാലും ഈ 100 രൂപ കിട്ടുന്ന ബിരിയാണിക്കകത്ത് ചിലപ്പോൾ ചിക്കൻ പീസ് ഒന്നേ കാണുള്ളൂ, അതിൻ്റെ വലിപ്പം കുറവായിരിക്കും, മുട്ട ഉണ്ടാവില്ല, മുന്തിരി ഉണ്ടാവില്ല, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രീമിയം മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഈ പോളിസി എടുക്കാൻ നിൽക്കരുത്. അതിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കുറേ ഫാക്റ്റ് കൂടി അനലൈസ് ചെയ്യണം. ഇപ്പോൾ ലൊക്കേഷൻ ഒരു ഘടകമാണ്. നമ്മളുടെ അടുത്ത് ഏതൊക്കെ ഹോസ്പിറ്റലുകൾ ഈ പറയുന്ന കമ്പനി കവർ ചെയ്യുന്നുണ്ട് നോക്കണം. ലൊക്കേഷൻ നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മെട്രോ സിറ്റീസിലാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് ചികിത്സാ ചിലവ് കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടുത്തെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ആ ലൊക്കേഷൻ അനുസരിച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ നോക്കണം. കാരണം ചില ക്രിട്ടിക്കൽ ഇൽനെസ്സിനൊക്കെ നമുക്ക് പോളിസികളെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വെറുതെ കയറി ഒരു പോളിസി എടുക്കാനായിട്ട് നിൽക്കരുത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ, ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ, മോൻ, വൈഫ്, അമ്മ, അപ്പോൾ ഞങ്ങൾ 4 പേരെയും ഒറ്റ ഗ്രൂപ്പിൽ കൊണ്ടുവന്നാളൊരു ഇതെന്ന് പറയുന്നത് ഈ നോ ക്ലെയിം ബോണസ് എന്നൊരു സാധനമുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പ്രായമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവാനുള്ള ചാൻസൊക്കെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത വർഷം നമ്മൾ ഇത് വീണ്ടും റിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ നോ ക്ലെയിം ബോണസ് കിട്ടില്ല. നേരെ മറിച്ച് ഒരു ഏജ് ഗ്രൂപ്പിനനുസരിച്ച്, ഇപ്പോൾ അച്ഛനും അമ്മയും 2 മക്കൾ എന്ന് കരുതുക, മക്കൾക്ക് ഒരു ഗ്രൂപ്പ്, ഭാര്യയ്ക്ക് ഭർത്താവിനും മറ്റൊരു ഗ്രൂപ്പാണെങ്കിൽ, ഇപ്പോൾ ഇവരിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ തന്നെ ഈ നോ ക്ലെയിം ബോണസ് ഒരു ഗ്രൂപ്പിനെ കട്ടാവുള്ളൂ, മറ്റേ ഗ്രൂപ്പിന് കട്ടാവില്ല. അപ്പോൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് നിങ്ങൾ ഈ ഗ്രൂപ്പ് പോളിസീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ക്യാഷ്ലെസ് അല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ്, ഇത് നോക്കണം. ഒരു കാര്യമുള്ളത്, ഈ ക്യാഷ്ലെസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കമ്പനികളുടെ ഫേവറാണ്. റീഇംബേഴ്സ്മെൻറ്റുകളാണ് പോളിസി വരിക. എന്നാൽ ക്യാഷ്ലെസ് കൊടുക്കുന്നത് നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. അങ്ങനെയെങ്കിൽ ഈ എടുക്കുന്ന പോളിസിയുടെ സ്വഭാവം ചോദിച്ച് മനസ്സിലാക്കണം. ക്യാഷ്ലെസ് ആണോ റീഇംബേഴ്സ്മെൻ്റ് ആണോ എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് റൂം റെൻറ്റിൻ്റെ കാര്യമാണ്. ചിലപ്പോൾ ഇതിൽ വാർഡാണോ, റൂമാണോ, ഫെസിലിറ്റി കൂടിയ റൂമാണോ, ഏതൊക്കെയാണ് നമുക്ക് അനുവദനീയമായത് എന്നുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ പോർട്ടബിൾ ഫെസിലിറ്റി, നമുക്ക് ഇതിന് പോർട്ടബിൾ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഗുണം അതാണ്. ബെറ്റർ സ്കീംസ് വരുമ്പോൾ, അല്ലെ ബെറ്റർ കമ്പനികൾ വരുമ്പോഴൊക്കെ നമുക്ക് ഇത് പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നോക്കണം. നമ്മുടെ ഈ ചാനലിൽ ധാരാളം ഞാൻ സാധാരണക്കാരാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാകും അല്ലേ. ഇതൊക്കെ നമുക്ക് പറ്റുമോ? പറ്റണം. കാരണം നമ്മളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അത്താണി. നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിൻ്റെ അവകാശമാണ്. അപ്പോൾ നമ്മൾ ഇൻഷുർഡ് ആവേണ്ടേ? വേണം. ഞാൻ നേരത്തെ പറഞ്ഞു 15 ലക്ഷം രൂപയുടെയെങ്കിലും ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം. അതിന് നല്ല പൈസ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു 2 ലക്ഷം രൂപയുടെ ഒരു കുറഞ്ഞ പ്രീമിയമുള്ള ഒരു പോളിസിയിൽ കവേർഡ് ആവുക. ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ടോപ്പപ്പുകളുണ്ട്. ഈ ടോപ്പപ്പുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എമൗണ്ടിലേക്ക്, ഇപ്പോൾ ടോപ്പപ്പുകൾക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും. അങ്ങനെ ടോപ്പപ്പ് ചെയ്യാവുന്ന ഒരു നല്ല സ്കീം നമ്മുടെ പോസ്റ്റ് ഓഫീസിലുണ്ട്. 900 രൂപയിൽ താഴെയാണ് അതിൻ്റെ പ്രീമിയം വരുന്നത്. അതിന് 15 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. 15 ലക്ഷം രൂപയ്ക്ക്
വെറും 900 രൂപ. അപ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ, ഒരു ദിവസം വെറും 3 രൂപയ്ക്ക് മാറ്റിവെക്കാൻ പറ്റില്ലേ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്? ഇതിലെന്ത് സാധാരണത്തെ കിടക്കുന്നത്? നമുക്ക് പറ്റും. എന്നാൽ ആ പോളിസിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആദ്യത്തെ 2 ലക്ഷം രൂപ അതിൽ ഡിഡക്റ്റബിളാണ്, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കൊരു അസുഖം ഉണ്ടായി, ചിലവ് 3 ലക്ഷമാണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ. ആദ്യത്തെ 2 ലക്ഷം രൂപ അതിൽ കവർ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ചെറിയ 2 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ട് അതിനോടൊപ്പം ഇത് ടോപ്പപ്പ് ചെയ്യുക. അപ്പോൾ ഗുണം എന്താ? ആദ്യത്തെ 2 ലക്ഷം രൂപ നമ്മുടെ ഈ പ്രീമിയത്തിൽ, ഈ ഇൻഷുറൻസിൽ കവേർഡായി. ബാക്കി ഇപ്പോൾ ഇൻ കേസ് 10 ലക്ഷം രൂപയാണെന്ന് കരുതട്ടെ, ബാക്കി 8 ലക്ഷം രൂപ നമുക്ക് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഇൻഷുറൻസിൽ നമുക്ക് കവേർഡാവും. ഈ ഹെൽത്ത് പ്ലസ് പോളിസിയെക്കുറിച്ച് നിങ്ങൾ തൊട്ടടുത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇൻഷുറൻസിൽ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒരു നല്ല ഇൻഷുറൻസ് എക്സ്പെർട്ടിനെ കണ്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പഠിച്ച് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പോളിസി എടുക്കുക. ഓൺലൈനിലും ഇപ്പോൾ നല്ല നല്ല പോളിസികൾ കിട്ടുന്നുണ്ട്. ഓൺലൈൻ എടുക്കണോ ഇൻഷുറൻസ് ഏജൻറ്റിൽ നിന്ന് എടുക്കണോ ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ കണ്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഓൺലൈനിൽ നിന്ന് എടുക്കാനായിട്ട്. നേരെ മറിച്ച് അതിൻ്റെ സെറ്റിൽമെൻറ്റ് സമയത്ത് ഈ ഓൺലൈനിൽ നമ്മൾ കൊടുക്കാതെ വെച്ചിരിക്കുന്ന ഡേറ്റകളൊക്കെ നമുക്ക് ഇൻവേഴ്സ് എഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഒരു ഏജൻറ്റിൻ്റെ അടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം കുറേ കൂടി നമ്മളോട് ജെനുവിൻ ഏജൻസൊക്കെ ഇതൊക്കെ സംസാരിച്ച് തന്നെ അവരെടുക്കുകയുള്ളൂ. സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ നമുക്കൊരു പോളിസി ഇഷ്യൂ ചെയ്യുന്നൊരു ഏജൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്കാണെങ്കിൽ പോകരുത്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പോളിസി എടുക്കുക. അങ്ങനെയെങ്കിൽ സെറ്റിൽമെൻറ്റ് സമയത്ത് നമുക്കൊരു വിഷയവും ഉണ്ടാവില്ല. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നമ്മൾ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതെല്ലാം നോ ക്ലെയിം ബോണസ് മേടിച്ച് കുറേ നാൾ റിന്യൂ ചെയ്ത് പോകാനുള്ള ഭാഗ്യം കിട്ടട്ടെ. ആർക്കും അത് ക്ലെയിം ചെയ്ത് സ്വന്തം ജീവിതത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്ത് അവിടെ പൈസ മേടിക്കാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ. ഞാനത് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്, അത്ര സുഖമുള്ള ഇടപാടല്ല അത്. ആരോഗ്യത്തോടെ തന്നെ ഇരിക്കട്ടെ. അതിന് നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച്, വ്യായാമത്തിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എനിവേ, നമുക്ക് ഈ ചാനലിൽ പുത്തൻ ആശയങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.